2000 വർഷങ്ങൾക്കിപ്പുറവും ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മകൾ ഒരു നോവായും പിന്നീട് ആനന്ദമായും ആഘോഷിക്കുന്ന വലിയ ദിനങ്ങളുടെ ആഴ്ചയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കൂടെ ചങ്കായി നടന്നവർ ഗത്സമനിയിൽ ഒറ്റുകൊടുത്തതിൻ്റെയും ക്രൂശുമരം താങ്ങി കാൽവരിയിലേക്ക് ഒറ്റപ്പെട്ട് നടന്നതിൻ്റെയും പിന്നെ വ്യാകുലങ്ങളുടെ വാളാൽ ഹൃദയം മുറിപ്പെട്ട അമ്മയുടെ മടിയിൽ നിന്ന് പാതാളത്തിലേക്കും അവിടെ നിന്ന് ജയഭേരി മുഴക്കി മരണത്തെ ജയിച്ചെഴുന്നേറ്റ് തൻ്റെ ശിഷ്യർക്ക് മുൻപിൽ മുറിവേറ്റ കരങ്ങളുമായി സമാധാനം നൽകി സ്നേഹം പകർന്ന ദിവ്യഗുരുവിൻ്റെ ഓർമ്മയുടെ ഈ ദിനങ്ങളിൽ അവൻ അവശേഷിപ്പിക്കുന്ന തൻ്റെ ഓർമ്മയുടെ ജീവിക്കുന്ന അടയാളങ്ങളെ നമുക്കിന്ന് കാണാം. I died so you can live. ഒരു നഴ്സിൻ്റെ ശുശ്രൂഷ ജീവിതം ഒരു വിളിയാണ്, ഒപ്പം ഒരു വെല്ലുവിളിയും. ഒരു കുടുംബത്തിൻ്റെതായ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളെയും പരിമിതികളെയും മറികടന്ന് ആ നഴ്സ് വീണ്ടും എത്തുന്നത് വേദനയാൽ പുളയുന്നവരെയും തകർന്നിരിക്കുന്നവരെയും ശുശ്രൂഷിക്കാനാണ്. ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഇതെന്ന് മനസ്സിലാക്കി അവളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞാലാണ് ഓരോ ദിവസത്തെയും ഗത്സമനിയും കാൽവരിയും കടന്ന് ഈസ്റ്റർ നൽകുന്ന മഹത്വത്തിൻ്റെ ഉദ്യാനത്തിലേക്ക് അവൾക്ക് അല്ലെങ്കിൽ അവന് പ്രവേശിക്കാനാവൂ. നമുക്കിന്ന് നമ്മിൽ പലരുടെയും ജീവിതത്തിൻ്റെ പ്രതിരൂപങ്ങളായ 3 നഴ്സുമാരെ ഇന്നത്തെ നഴ്സസ് ടൈമിലൂടെ പരിചയപ്പെടാം. അവരുടെ ജീവിതങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന കഥകൾ നമ്മിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം പൂർത്തീകരിക്കട്ടെ. I died so you can live. ജീവിതത്തിലെ ഒരു സാധാരണ ദിവസത്തിൽ വയലിലെ പണികളെല്ലാം കഴിഞ്ഞ് കയറി വരുന്ന ഷെമയോൻ അറിയില്ലായിരുന്നു അനേകം വർഷങ്ങൾക്കിപ്പുറവും ഈ തലമുറയിലെ നാം പലവട്ടം ഉച്ചരിക്കുന്ന പേരായി മാറാൻ പോകുന്ന ഒരു ദുഃഖവെള്ളിയാണ് അതെന്ന്. ജനക്കൂട്ടവും അട്ടഹാസവും കണ്ട് എന്തെന്നറിയാൻ എത്തി നോക്കിയ അവൻ്റെ തോളിൽ വന്നു പതിച്ചത് കള്ളൻ എന്ന ലോകം മുദ്രകുത്തിയ ഒരുവൻ്റെ കുരിശ്. ആദ്യം അവനത് നാണക്കേടും ഭാരവും സങ്കടവുമായിരുന്നു. പതിയെ അവൻ ശ്രദ്ധിച്ചു ആ മരക്കുരിശിൻ്റെ ഉടമയെ. തളർന്ന അവശനായിട്ടും ശാപവാക്കുകൾ ഒന്നുപോലും ഉരിയാടാതെ വീണിട്ടും വലിച്ചെഴുന്നേൽപ്പിക്കുന്നവൻ്റെ മുൻപിൽ രക്തം വാർന്നൊഴുകി നടന്നു നീങ്ങുന്ന ആ കുഞ്ഞാടിനെ. ഇടയ്ക്കെപ്പോഴോ പാപിയെന്ന് മുദ്രകുത്തപ്പെട്ടവൻ താഴെ വീഴാൻ പോയപ്പോൾ ഷെമയോനും അവനെ താങ്ങി. ഷെമയോൻ അറിയാതെ അവനിലെ ദൈവസ്നേഹം അവനെ അതിന് സഹായിച്ചു തുടങ്ങിയിരുന്നു. യൗവനത്തിൻ്റെ നിറകാഴ്ചകൾക്കിടയിൽ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമ്പോൾ അനുവും ഇതേ അവസ്ഥയിലായിരുന്നു. പിന്നീട് അവളും മനസ്സിലാക്കി തൻ്റെ വിളി, ക്രൂശിതൻ്റെ പങ്കാളിയാകാനുള്ള തൻ്റെ വിളി. I died so you can live. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനു. കോട്ടയം ഏന്തിയാർ എന്ന സ്ഥലത്തു നിന്നാണ് നാട്ടിൽ. ഞാൻ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. 2007 എൻ്റെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം 2008 എനിക്കൊരു മോളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. 2009 തൊട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ ദുബായിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഒരു സാധാരണ ക്രിസ്തീയ കുടുംബം ജീവിക്കുന്ന പോലെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളോടും ഒക്കെ സന്തോഷമായിട്ട് ഞങ്ങളിവിടെ ജീവിക്കുകയായിരുന്നു. നേഴ്സസ് മിനിസ്ട്രിയിലൊക്കെ ഞാൻ വരുമായിരുന്നു. ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടുള്ള കൂട്ടായ്മകളുണ്ട്. അങ്ങനെ സന്തോഷത്തിൽ ഞങ്ങൾ ജീവിച്ചു പോവുകയായിരുന്നു. പെട്ടെന്നാണ് 2021 കോവിഡ് കൂടി നിന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സിക്കായി, കോവിഡായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വളരെ സീരിയസ് ആയിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയത്. ആ സമയത്ത് ഞാൻ ഓർത്തു ഹസ്ബൻഡ് മരിച്ചു പോകുന്നു. അത്രമാത്രം സീരിയസ് ആയിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ ഒരു ശക്തമായ പരിപാലനം എൻ്റെയും എൻ്റെ കുടുംബത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് സിക്കായ സമയം മുതൽ ഓരോ നിമിഷവും പല വിധത്തിലുള്ള ആൾക്കാർ എന്നെ പല രീതിയിൽ സഹായിച്ചു. ദൈവത്തിൻ്റെ സഹായം എനിക്ക് ഒരുപാട് ഫീൽ ചെയ്തു. ഒരുപാട് പ്രാർത്ഥനാ സഹായങ്ങളായിട്ട് എനിക്ക് ചുറ്റും നേഴ്സസ് മിനിസ്ട്രിയെ, എൻ്റെ കൂട്ടായ്മകൾ, എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് ചുറ്റും ചേർന്ന് നിന്നിരുന്നു. അവിടുന്ന് റിക്കവറായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 മാസത്തിന് ശേഷം ഹസ്ബൻഡ് പിന്നെയും സിക്കായി. നാട്ടിൽ ചെന്നു. നാട്ടിൽ അഡ്മിറ്റായി. ആ സമയത്തും ഹസ്ബൻഡ് മരിച്ചു പോകുമെന്ന് ഞാൻ ഓർത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും ഒരു സീരിയസ് ആയിട്ട് അവസ്ഥയിൽ നിന്ന് ഹസ്ബൻഡ് തിരിച്ചു വന്നു. പക്ഷേ 2-3 ദിവസത്തെ ICUവിന് ശേഷം അസുഖം കൂടി ഹസ്ബൻഡ് മരിച്ചുപോയി.
ഹസ്ബൻഡ് മരിച്ചു പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് വലിയൊരു ഷോക്കായിപ്പോയി. പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. കാരണം ഞാൻ ഓർത്തു മരിച്ചു പോകത്തില്ലെന്ന്. പക്ഷേ ആ സമയത്തും ഒരു അദൃശ്യമായ ശക്തി എപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നെ ഏതോ ഒരു അദൃശ്യമായ ഒരു കരം താങ്ങുന്ന ഫീലിങ്സ് എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് കുഞ്ഞുങ്ങളായിട്ട് തിരിച്ചു വന്നു. 3 കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. എൻ്റെ പപ്പ എൻ്റെ കൂട്ടത്തിൽ വന്നു. 1 വർഷത്തോളം പപ്പ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരും എൻ്റെ അയൽവക്കംകാരും എൻ്റെ സഹപ്രവർത്തകരും എല്ലാം എന്നെ പൊതിഞ്ഞ് പിടിച്ചു. പപ്പ ഉണ്ടായിരുന്ന കാരണം 1 വർഷം ബുദ്ധിമുട്ടറിയാതെ അങ്ങ് പോയി. വിഷമങ്ങളൊക്കെ വരുമ്പോഴേക്കും എന്നെ താങ്ങാനായിട്ട് എൻ്റെ ചുറ്റിനും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് 2-ാം വർഷത്തിലേക്ക് ആയിക്കഴിഞ്ഞപ്പോഴേക്കും 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ബുദ്ധിമുട്ടാകും. സാമ്പത്തികമായിട്ടും പപ്പായ്ക്ക് തിരിച്ചു പോകണം. അങ്ങനെ 2-ാം വർഷം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നാട്ടിലോട്ട് വിട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ വിഷമങ്ങൾ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഞാൻ ഒറ്റയായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമങ്ങളും ചിന്തകളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് എൻ്റെ ദുഃഖങ്ങൾ മറക്കാനായിട്ട് ഞാൻ കരിസ്മാറ്റിക്കിൻ്റെ പ്രയറുകൾ, നേഴ്സസ് മിനിസ്ട്രി, ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള കൂട്ടായ്മകൾ, ഇതിലേക്കെല്ലാം ഞാൻ കൂടുതൽ സജീവമായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഡ്യൂട്ടി കഴിഞ്ഞ് വരിക, ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആകുക. അങ്ങനെ ഞാൻ എൻ്റെ ദുഃഖങ്ങളെ മറക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അതെന്നെ ശാരീരികമായിട്ട് ഒത്തിരി തളർത്തി. ഡ്യൂട്ടിയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പാട് വന്നു. പിന്നെ ഫിസിക്കലായിട്ട് എനിക്ക് അസുഖങ്ങൾ വരാൻ തുടങ്ങി. അപ്പം ഞാൻ എന്നെ സഹായിച്ച എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അവരൊക്കെ എന്നെ ഇപ്പം കാണുന്നത് 2 വർഷമായി, ഇനിയിപ്പോൾ അനു മാനേജ് ചെയ്ത് പൊക്കോളും, എല്ലാം പറ്റും. അങ്ങനെ എനിക്ക് അവരിൽ നിന്നൊക്കെ എനിക്കൊരു അവരെന്നെ എന്നാ പറഞ്ഞത്, ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ. അപ്പം ആ സമയത്ത് പിന്നെ എനിക്ക് വിഷമമായി. ഞാൻ പള്ളികളിൽ പോകാനിരിക്കുമ്പോഴേക്കും ഞാനിപ്പോഴും ചിന്തിക്കാൻ തുടങ്ങി. പിന്നെയും ഞാനൊരു ദുഃഖത്തിലോട്ട് പോയി. ദൈവമേ, ഞാൻ ഒറ്റയായല്ലോ എന്നോർത്ത്. അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ ഞാൻ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുന്നിൽ എൻ്റെ ഫാമിലിയെപ്പോലെ തന്നെ ഒരു ഫാമിലി വന്നിരുന്നു. ഒരു ഹസ്ബൻഡും വൈഫും 3 കുഞ്ഞുങ്ങളും. പെട്ടെന്ന് എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് സങ്കടമായി. എനിക്ക് ഹസ്ബൻഡ് ഇല്ലെന്നായി, എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിലായി, ഞാൻ ഒറ്റയായി പോയല്ലോ ദൈവമേ എന്നോർത്ത് ഞാൻ കരഞ്ഞു ഒരുപാട്. അത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടാണ് ഞാൻ ഒരു അവയർനെസ്സിലോട്ട് വന്നത്. അച്ഛനിങ്ങനെ പറയുകയാണ്, എന്താണ് ഇയാൾക്ക് ഇത്ര നിരാശയും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ വരാൻ കാരണം. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അച്ഛൻ എന്താ പറയുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിലെ മുന്തിരിത്തോട്ടത്തിലെ യജമാനൻ്റെ ഉപമയാണ് അച്ഛൻ പറയുന്നതെന്ന്. 3-ാം മണിക്കൂറിൽ വന്നയാൾ 11-ാം മണിക്കൂറിലുള്ള ആളെ നോക്കിക്കൊണ്ട് അയാൾക്ക് കിട്ടിയ അത്രയും, അയാൾക്ക് 1 ദിനാറെ കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് അതിലും കൂടുതൽ കിട്ടുമെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അത് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മുറുമുറുക്കാനും ദേഷ്യപ്പെടാനും അയാളുടെ സന്തോഷം പോയി. അച്ഛൻ പറയുകയാണ്, അയാൾ ആ 1 ദിനാറയ്ക്ക് ഒന്നുമില്ലാന്ന് ഇനിയിപ്പോൾ സമ്മതിച്ചതാണ്. ആ കിട്ടിയ ദിനാറയുമായിട്ട് പോയിട്ട് സന്തോഷത്തോടെ കുടുംബത്തോടെ താമസിച്ചായിരുന്നെങ്കിൽ അയാൾക്ക് സന്തോഷം കിട്ടിയായിരുന്നു. പക്ഷേ അയാൾ മറ്റുള്ളവരിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന് എനിക്ക് കിട്ടിയത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും അന്നേരം എനിക്ക് തോന്നി ഈശോ എന്നോടാണ് സംസാരിക്കുന്നതെന്ന്. പിന്നെ ഞാൻ കുർബാന നല്ലവണ്ണം കണ്ടു. അതിനുശേഷം തിരിച്ചു വന്നിരുന്ന് ഞാൻ ആലോചിച്ചു, ദൈവം, ഒരുപാട് ആൾക്കാർ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, ഭർത്താവ് മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, എന്നെ ദൈവം ഏതൊക്കെ അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിലും ഒരു ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു കരം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദൂതൻ പല ആൾക്കാരുടെ രൂപത്തിൽ എന്നെ പൊതിഞ്ഞു പിടിച്ചു. അന്നേരമാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടായത്, ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നതെന്ന്. പിന്നീട് ജീവിതത്തിലോട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ഞാൻ എപ്പോഴും എത്രയോ നാളും എനിക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പം ദൈവം, എനിക്ക് എന്താണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്. ആദ്യമൊക്കെ ഞാൻ ദൈവത്തോട് എപ്പോഴും കംപ്ലൈൻറ്റ് പറയുമായിരുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാണ്. പിന്നെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദൈവത്തോട് പറയാൻ തുടങ്ങി, ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചിട്ടാണ്, ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ല. അങ്ങനെ പല വിധത്തിലുള്ള എൻ്റെ അടവുകൾ ഞാൻ ദൈവത്തിൻ്റെ എടുത്തു നോക്കി ദൈവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട്, എന്നെ രക്ഷിക്കണമെന്ന് പറയാനായിട്ട്. പക്ഷേ എല്ലാ കരച്ചിലുകൾ, പേടിപ്പീര്, ഇതെല്ലാം കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത്, സങ്കീർത്തനങ്ങൾ 37 ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചരിക്കുന്നവനെ അവൻ സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും അറിയാം, എൻ്റെ കയ്യിൽ കർത്താവ് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് ബലഹീനമുള്ള ആളാണ് ഞാൻ. പ്രശ്നങ്ങളെല്ലാം വരുമ്പം ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ 2 കൊറിന്തോസ് ഇപ്രകാരം പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈശോയുടെ കുരിശ് ചുമക്കാനായിട്ട് നിർബന്ധിച്ചിട്ടാണ് ശിമയോൻ അതിന് വന്നത്. പിന്നീട് ശിമയോൻ ആ കുരിശിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഈശോയെ കണ്ട് ഈശോയുടെ കുരിശോട് ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പം
ആ കുരിശ് വിട്ടു പോകാനായിട്ട് ശിമിയോന് ബുദ്ധിമുട്ട് വന്ന പോലെ ഇപ്പം എനിക്ക് ഈശോയെ വിട്ടു പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നെ നോക്കി എന്നെ കുരിശ് താങ്ങാൻ സഹായിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ, എന്നെ ഈ കുരിശ് വഹിക്കാൻ സഹായിക്കുന്ന ഈശോ തന്നെയാണെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നെപ്പോലെ വിഷമങ്ങളിൽ കൂടി കടന്നു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സങ്കീർത്തനങ്ങൾ 46 ഇപ്രകാരം പറയുന്നു: ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക, ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. നമ്മുടെ ഇടയിൽ ഉന്നതനായ ഒരു ദൈവമുണ്ട്, അത്യുന്നതനായ ദൈവം. നമ്മുടെ ദാനിയേലച്ചൻ പറയുന്നത് പോലെ അത്യുന്നതനായ ദൈവം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ കൂട്ടത്തിൽ ദൈവമുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും എനിക്ക് പറയാനുള്ളത്, പ്രശ്നങ്ങളിൽ പെടുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും ഈശോയെ സഹായിക്കുന്ന ശിമയോനായിട്ട് നമ്മുടെ കുരിശും ചുമന്നുകൊണ്ട് ഈശോയുടെ പിന്നാലെ പോകുവാനായിട്ട് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് അനുവിനെ പോലുള്ള അനേകം മക്കൾ തങ്ങളോടൊപ്പം കുരിശ് വഹിക്കുന്ന ഈശോയെ കണ്ടിരുന്നെങ്കിൽ, അങ്ങനെ അവരുടെ ബലഹീനതകൾ മറികടന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ കുരിശുകൾ തളിർത്ത റോസാ പുഷ്പങ്ങൾ ഉണ്ടാകുന്നത് ഇവരിലൂടെ അനേകർ കാണാൻ ഇടവരട്ടെ. I died so you can live. കാൽവരിയിലേക്കുള്ള യാത്രയിലും കാൽവരിയുടെ നെറുകയിലും ക്രൂശിതന്റെ നോവിന് സമാശ്വാസമായി മാറുന്ന 2 മിഴികളുണ്ടായിരുന്നു. അപ്പത്തിന്റെ നാടായ ബത്ലഹേം മുതൽ അവൻ അപ്പമായി തന്നെ മാറ്റുന്ന കാൽവരി വരെ ഹൃദയത്തിൽ എല്ലാം സംഗ്രഹിച്ച പരിശുദ്ധ അമ്മ. നാണക്കേടും സഹനങ്ങളും ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും മാലാഖയിലൂടെ ദൈവത്തിനു മുൻപിൽ അതേ എന്ന വാക്ക് നൽകി ഉദരത്തിലും ഹൃദയത്തിലും മകനെ ചുമന്ന ഒരമ്മ. ഇന്ന് അപ്രതീക്ഷിതമെന്നും വൈകല്യങ്ങളുണ്ടെന്നും പറഞ്ഞ് അനേകം കുഞ്ഞു ജീവനുകളെ നശിപ്പിക്കുന്ന ഈ കാലത്ത് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്. ഗർഭപാത്രത്തിൽ ദൈവം വയ്ക്കുന്ന തൻ്റെ ദൈവിക ജീവൻ ഒരിക്കലും അപ്രതീക്ഷിതമല്ല. അത് ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്. ആ ദൈവിക ജീവനിൽ ശാസ്ത്രം കണ്ടെത്തുന്ന കുറവുകൾ നിന്നിലേക്കൊഴുകുന്ന കൃപകളുമാണ്. തൻ്റെ 2 മക്കൾക്കും അവരുടെ ജീവനെടുക്കുവാൻ തക്കവിധം ആരോഗ്യ തകരാറുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും അവരെ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിക്കുന്ന ജിസ എന്ന നഴ്സിനെ നാം ഇന്ന് പരിചയപ്പെടുമ്പോൾ ജീവനെ നശിപ്പിക്കുന്നതിൽ നിന്നും അതിന് കൂട്ടുനിൽക്കുന്നതിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിസ. ഞാൻ അജ്മാനിൽ ഒരു നഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ ഫാമിലിയോടൊപ്പം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. എനിക്ക് 4 കുഞ്ഞുങ്ങളാണുള്ളത്. എൻ്റെ 2ാമത്തെ മോന് ജെർമിയ, അവന് പ്രഗ്നൻ്റ് ആയ സമയത്ത് 5ാം മാസത്തിലെ അനോമാലി സ്കാനും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് ഹാർട്ടിന് മേജർ ഹാർട്ട് പ്രോബ്ലമാണ്. അപ്പം ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം, മുമ്പോട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് പല ഡോക്ടേഴ്സിനെ സമീപിച്ചു. അപ്പോൾ അവരെല്ലാം ഇതാ പറഞ്ഞത്, ഈ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ തന്നെ ഈ കുഞ്ഞിന് ലൈഫിൽ 3 സർജറി വേണ്ടി വരും. ആ 3 സർജറിയും ഒത്തിരി കോംപ്ലിക്കേഷൻ നിറഞ്ഞ സർജറിയാണ്. ആ സർജറിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ പലപ്പോഴും മരിച്ചു പോകുന്നതായി കാണുന്നുണ്ട്. അപ്പം ജീവിച്ചിരിക്കുവാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഈശോയോട്, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയും ഈശോയുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ഈശോയെ സൗഖ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ കൂടുതൽ പ്രാർത്ഥിച്ച് ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നു. ഞങ്ങൾ ഈശോയോട് പറഞ്ഞു, ഈശോ ഞങ്ങൾ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നില്ല, ഈശോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കുക. ഈശോയ്ക്ക് സ്വപ്നം കാണുവാൻ, ഈശോയ്ക്ക് വളർത്തുവാൻ, ഈശോയ്ക്ക് കൊഞ്ചിക്കാനുമായിട്ട് ഈ കുഞ്ഞിനെ ഞങ്ങൾ തരുക. ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആഴപ്പെട്ടു. ഞാൻ എപ്പോഴും ഈശോയോട് ഇങ്ങനെ കരയോ പരാതി പറയുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ എനിക്കൊരു വിശുദ്ധനായി ഈശോയ്ക്ക് കൊടുത്തുകൂടാ എന്ന്. ആ ചിന്ത എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചു. ഞാൻ ഈശോയോട് കൂടുതൽ ചേർന്ന് നിന്നു. എന്നിലുള്ള പാപത്തിൻ്റെ മേഖലകളെല്ലാം ഈശോയോട് കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഓരോന്നായി എൻ്റെ പാപങ്ങൾ ഞാൻ ഉപേക്ഷിച്ച് ഈ കുഞ്ഞിനെ ഒരു വിശുദ്ധിയുള്ളൊരു കുഞ്ഞായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈശോയോട് ചേർന്ന് നിന്നു. എനിക്ക് പക്ഷേ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഈശോയെ നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ, നീ
എന്താണോ ആഗ്രഹിക്കുന്നത് അത് നന്ദിയോടെയും സന്തോഷത്തോടും കൂടി സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന്. എന്നാലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഈശോയോട് പറയും, ഈശോയെ എനിക്ക് ആഗ്രഹം ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ സ്വീകരിക്കണമെന്നാട്ടോ എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞിട്ട് ഞാൻ പോവും. അങ്ങനെ അവന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിലേക്ക് പോവുക. നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പല ഡോക്ടേഴ്സിനെയും കാണിച്ചപ്പം അവരാരും കുഞ്ഞിനെ സർജറി ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം ഈ കുഞ്ഞ് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. കുഞ്ഞിന് ഹാർട്ടിന് മേജർ പ്രോബ്ലമാണ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ നാടായ വയനാട്ടിലേക്ക് പോകുന്നു. അവിടെ കുഞ്ഞിനെ സിസേറിയൻ ചെയ്തെടുക്കുക. സിസേറിയന് ശേഷം ഈ കുഞ്ഞ് ഞങ്ങളോട് 7 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പുറമേ നോക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല, നല്ല ആക്റ്റീവായ കുഞ്ഞ്. പക്ഷേ 7-ാം ദിവസം ആയപ്പോഴത്തേക്കും അവൻ പതുക്കെ സിക്കാവാൻ തുടങ്ങി. അപ്പം അന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യുക. ഞാനും കുഞ്ഞും കൂടെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ എൻ്റെ മടിയിൽ ഈ കുഞ്ഞ് കിടക്കുന്നുണ്ട്. അവൻ്റെ പതുക്കെ ചെറിയൊരു ശ്വാസമേ ഉള്ളൂ. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മയുടെ ആ ഈശോയുടെ കുരിശ് പീഡാസഹനത്തിൽ അമ്മ ചേർന്ന് നിന്നപോലെ അമ്മ ആ കുരിശിൻ ചോട്ടിൽ ഈശോയെ എടുത്തുകൊണ്ട് ആ മരണപ്പെട്ടു പോയ ഈശോയെ എടുത്തു നിൽക്കുന്ന ആ രൂപ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഈ കുഞ്ഞിന് ഞങ്ങൾ രോഗീലേപനം കൊടുത്തു. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവന് ഞങ്ങൾ മാമോദീസ കൊടുത്തായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ ജെർമിയ എൻ്റെ മടിയിൽ കടന്നുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് പോയി. അന്ന് പലരും എന്നെ പല വിധത്തിൽ ആശ്വസിപ്പിച്ചു. പക്ഷെ ഞങ്ങളുടെ പള്ളിയിലെ അന്നത്തെ ഒരു വികാരി വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ട്, ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷെ ആ കുഞ്ഞുങ്ങളൊന്നും ഈശോയോട് ചേർന്ന് ജീവിക്കുമെന്നോ ഈശോയുടെ അടുത്തേക്ക് പോകുമെന്നോ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ചേച്ചിയുടെ ഒരു കുഞ്ഞ് ഇപ്പോൾ സ്വർഗത്തിലാണ്, അവൻ വിശുദ്ധനാ, അത് മതിയല്ലോ ചേച്ചിക്ക്. ഈ ഒരു വാക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റിമറിച്ചു. അതുവരെ ഞാൻ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് പരാതിപ്പെട്ടിരുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഒരു കുഞ്ഞ് ഈശോയുടെ അടുത്തുണ്ടല്ലോ, വിശുദ്ധനാണല്ലോ, അവൻ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം വഹിക്കുന്നല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് ദൈവം ഞങ്ങൾക്ക് വീണ്ടും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നു. പിന്നെയും ഞങ്ങൾ ഒരു കുഞ്ഞിനെയും കൂടെ സ്വീകരിച്ചു, ഇമ്മാനുവേൽ. അവൻ്റെ ഇതുപോലെ അനോമാലി സ്കാനിങ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് മേജർ ഹാർട്ടിന് പ്രോബ്ലം ആണെന്ന് പറഞ്ഞു. അതും ഡോക്ടർ അബോർഷനാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ അന്നേരം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈശോയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തല്ലോ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ കുഞ്ഞിനെ ഈശോ സൗഖ്യം തരും. അപ്പോൾ ഞങ്ങളൊരു സൗഖ്യം തരുമെന്ന പ്രതീക്ഷയിലൂടെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഈശോയോട് കൂടുതൽ ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മൊബൈലിൽ ഞാനിങ്ങനെ എഴുതി വെക്കും, ഈശോയ്ക്ക് സ്വപ്നം കാണാൻ, ഈശോയ്ക്ക് കൊഞ്ചിക്കുവാൻ, വളർത്തുവാനായി എൻ്റെ ഈശോയുടെ ഇമ്മാനുവേലിനെ ഞാൻ തരുന്നു എന്ന് എൻ്റെ മൊബൈലിൽ ഞാൻ എഴുതി വെച്ചു നോട്ടിൽ. ഇവന് ഡെലിവറി സമയമായി UAE തന്നെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇവന് സിസേറിയൻ ചെയ്ത് ഇവനെ പുറത്തെടുത്തു. സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവന് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രോബ്ലംസും ഉണ്ട്. അങ്ങനെ ഹസ്ബൻഡും ഇവനും കൂടെ ആംബുലൻസിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവുക. അവിടെ വെച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി ചെയ്യാം, നമുക്ക് സർജറി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു കൺഫ്യൂഷനായിരുന്നു സർജറി ചെയ്യണോ വേണ്ടയോ എന്ന്. പക്ഷേ ദൈവഹിതം സർജറിയാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ആ കുഞ്ഞിനെ സർജറി ചെയ്യുവാനായി വിട്ടുകൊടുത്തു. അങ്ങനെ 1 മാസത്തിനുള്ളിൽ തന്നെ സർജറി കഴിഞ്ഞ് പല കോംപ്ലിക്കേഷൻ ഉണ്ടായി. 4 പ്രാവശ്യം ഈ കുഞ്ഞ് പലവിധ സർജറികൾക്ക് വിധേയമായി. അതിനുശേഷം ആദ്യത്തെ സർജറിയുടെ കോംപ്ലിക്കേഷനായി ഇവന് സ്ട്രോക്ക് വന്നിരുന്നു. അവൻ്റെ ലെഫ്റ്റ് സൈഡ് വീക്ക്നെസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഞാൻ ഈശോയോട് പറയും, ഈശോയെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ നിനക്ക് വേണ്ടി സ്വീകരിച്ച കുഞ്ഞാ, ഇപ്പം നീ എന്നെ ഇട്ടിട്ട് പോകുന്ന പോലെ തോന്നുന്നു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മരുഭൂമിയിലെല്ലാം കൊണ്ടുപോയിട്ട് ഈശോ എന്നെ ഇട്ടിട്ട് പോയി, കടലിൻ്റെ നടുക്ക് കൊണ്ടുപോയി എന്നെ ഇട്ടിട്ട് പോയി. അപ്പം ഞാൻ ഈശോയോട് പിണങ്ങിയിരിക്കും. എന്നാലും കുറച്ച് കഴിയുമ്പം പിന്നെ ഈശോ വന്നിട്ട് ഞാൻ ഈശോയോട് കൂട്ടുകൂടി പ്രാർത്ഥിച്ച് പിന്നെ ആ പ്രത്യാശയിലേക്കും ഈശോയുടെ ആ ആനന്ദത്തിലേക്കെല്ലാം ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ 6 മാസം കഴിയുമ്പം പിന്നെയും സർജറി, പിന്നെ 4-ാം വയസ്സായപ്പോൾ 3-ാമത്തെ സർജറി. അതിനിടയ്ക്ക് ഇവൻ്റെ ആദ്യത്തെ സർജറിയുടെ കോംപ്ലിക്കേഷനായി ഇവന് ഫിക്സ് വരാൻ തുടങ്ങി. അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഇടയ്ക്ക് വരുമ്പോൾ എൻ്റെ മറ്റ് 2 കുഞ്ഞുങ്ങളും അവർക്കത് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ ഇവരെ ആശ്വസിപ്പിക്കുക, ഇങ്ങനെ ഈശോയ്ക്ക് ഇവൻ്റെ ഫിക്സ് വരുന്ന സമയത്ത് ഈശോയ്ക്ക് ഒത്തിരി ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനുണ്ട്. ആ സമയം വരുമ്പോൾ ഇവന് ഫിക്സ് വരുന്നത്. അപ്പം നമ്മൾ ഈ സഹനങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ ഹൃദയം വഴി ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെക്കാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും.
ഇന്ന് ഞങ്ങളുടെ ഇമാനുവേൽ അവന് ചെറിയൊരു നടക്കുമ്പോഴെല്ലാം ഒരു വീക്ക്നെസ് ഉണ്ട്. എങ്കിലും അവന് സൈക്കിൾ ഓടിക്കും, കളിക്കും, സ്കൂളിൽ പോകുന്നു. അതായത് നോർമലായ ഒരു കുഞ്ഞ് ജീവിക്കുന്ന പോലെ തന്നെ അവൻ ഇന്ന് ഞങ്ങളുടെ മറ്റു കുഞ്ഞുങ്ങളോട് കൂടി ജീവിക്കുക. ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷവും കളിയും ചിരിയെല്ലാം ഇപ്പം ഞങ്ങളുടെ ഇമാനുവേലിലാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് എൻ്റെ വിശ്വാസക്കുറവ് മൂലം അല്ലെങ്കിൽ എൻ്റെ പാവം മൂലമാണ്. അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് വന്ന് പറയും, ഈശോയെ അതുകൊണ്ടാണോ, എൻ്റെ വിശ്വാസക്കുറവ് കൊണ്ടാണോ, അതെൻ്റെ പാപം കൊണ്ടാണോ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ആരോഗ്യമുള്ളൊരു കുഞ്ഞായി നീ തരാത്തതെന്ന്. അതിന് ഈശോ എനിക്ക് തന്ന ഒരു ബോധ്യമാണ്. ഞാൻ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ ഞാൻ ഈശോയോട് പറയും, ഈശോയെ എനിക്ക് വെറോണിക്കയെ പോലെ ഷിമിയോനെ പോലെയൊക്കെ ഈശോയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈശോയോട് പറയും. അപ്പോൾ ഈശോ പറയും, എൻ്റെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ, എൻ്റെ ഉത്തരം കിട്ടാത്ത എൻ്റെ പ്രാർത്ഥനകൾ, അതെല്ലാം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഹൃദയം വഴി ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒത്തിരി ആത്മാക്കൾക്ക് മോചിപ്പിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കുന്നു. അങ്ങനെ ഷിമിയോനെ പോലെ വെറോണിക്കയെ പോലെ എനിക്ക് ഈശോയെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നു. ഈ ഒരു ബോധ്യം എനിക്ക് കൂടുതൽ പ്രത്യാശയുണ്ട്. എൻ്റെ സഹനങ്ങൾ തളരാതെ ഈശോയുടെ കുരിശോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാനുള്ള വലിയൊരു കരുത്ത് എനിക്ക് തന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഓരോ വൈകല്യങ്ങളുള്ള രോഗങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഗർഭാവസ്ഥയിൽ നിങ്ങൾക്കൊരു വൈകല്യമുള്ള കുഞ്ഞ് ജനിക്കാൻ പോകുകയെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം ഈശോ ഇങ്ങനെ മാറോട് ചേർത്ത് വെച്ച് എൻ്റെ ഈ വിശുദ്ധരായ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പറ്റിയ മാതാപിതാക്കളെ ആരെയെന്ന് ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഈശോ ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ ആ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ ഈ മാതാപിതാക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പം ഈശോയുടെ ആ സ്വപ്നത്തോട് ഈശോയുടെ ഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമ്പോൾ വലിയൊരു പദ്ധതി, ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി ഈ ഭൂമിയിലും സ്വർഗത്തിലും പൂർത്തിയാക്കുവാൻ ഈശോ നമ്മളെ സഹായിക്കുന്നു, നമ്മൾ ഈശോയെ സഹായിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ചെറുതും വലുതുമായ സഹനങ്ങളെ ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് ആ സഹനങ്ങളെ കൃപകളായി മാറ്റുവാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. സംഭവിക്കുന്നതെല്ലാം ദൈവഹിതമെന്ന് വിശ്വസിച്ച പരിശുദ്ധ അമ്മ നേടിയ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ജീവിതം പോലെ ജിസയുടെ ജീവിതവും ഇമ്മാനുവേലിലൂടെ അനുഗ്രഹിക്കപ്പെടുകയല്ലേ. ഒരു സഹനവും ഒന്നിൻ്റെയും അവസാനമല്ല. നിന്റെ ജീവിതത്തെ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ്. I turned, so you can leave. കുരിശിലെ ദിവ്യഗുരുവിൻ്റെ സഹനങ്ങൾക്ക് സാക്ഷിയായി മാറിയ വിശുദ്ധ യോഹന്നാനെ പോലെ തൻ്റെ ജീവിതത്തിലെ അപ്രതീക്ഷിത സഹനങ്ങളിൽ കുരിശോട് ചേർന്ന് നിന്ന ജിസ്മിയെയാണ് നാം ഇപ്പോൾ പരിചയപ്പെടുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ കുരിശിൻ്റെ നിഴലിലും അഭയം പ്രാപിച്ച ജിസ്മിയെ അനുഗ്രഹിച്ച ഈശോ നമുക്കും വഴികാട്ടിയാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിസ്മി. ഞാൻ ഷാർജയിൽ ഒരു നേഴ്സായി ജോലി ചെയ്യുന്നു. ഞങ്ങൾ കുടുംബമായി അജ്മാനിൽ താമസിക്കുന്നു. പതിവ് പോലെ ഒരു ശനിയാഴ്ച ഞങ്ങൾ ഒന്നിച്ച് കുർബാനയ്ക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് എന്നോട് മുഖത്തിൻ്റെ വലതുവശത്തൊരു മരവിപ്പിനെ കുറിച്ച് പറയുകയും പോസ്റ്റ് കോവിഡ് ആയതുകൊണ്ടും ഒരുപാട് പേർക്ക് കോവിഡിന് ശേഷം ബുദ്ധിമുട്ടുകൾ വന്നതായിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടും ഞാൻ വേഗം ഹസ്ബൻഡിനെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി. അവിടെ വെച്ച് ഹസ്ബൻഡിന് സ്ട്രോക്ക് വരികയും റൈറ്റ് സൈഡ് പാരലൈസിസ് ആയി പോവുകയും ചെയ്തു. ജീവിതം തന്നെ തലകീഴായി മറിഞ്ഞു. കാരണം സംസാരിച്ചുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ പോവുകയും ഡിസ്ചാർജായി തിരികെ ഒരു വീൽ ചെയറിൽ വരികയും ചെയ്യുമ്പോൾ എൻ്റെ മക്കൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്ട്രോക്കിന് ശേഷം മുഖത്തുണ്ടാവുന്ന മാറ്റങ്ങൾ. എങ്കിലും ഞാൻ മക്കളോട് പറഞ്ഞു, ഈശോയും കുഞ്ഞുങ്ങളെ ഭാരമുള്ള കുരിശും കൊണ്ട് വീണു പോയിട്ടുണ്ട്, എങ്കിലും പിടിച്ചെണീറ്റു, നമുക്കും ഫൈറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഡാഡി ഒരു നോർമൽ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡാഡിക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് ഡാഡിയെ തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എങ്കിലും ഒരു 49 വയസ്സുള്ള വ്യക്തിയെ 3 വയസ്സുകാരനെ പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല.
എങ്കിലും ഞാൻ ഒട്ടും പ്രത്യാശ കൈവിട്ടില്ല. പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും, ഫൈറ്റ് ചെയ്യും. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. മക്കളെയും ഞാൻ അതിനെ തയ്യാറെടുപ്പിച്ചു. ഞങ്ങൾ മുന്നോട്ട് വന്നു, ഒരുപാട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഒന്നൊന്നായിട്ട് വാക്കുകൾ പറഞ്ഞു കൊടുത്തു. പതിയെ പതിയെ ഹസ്ബൻഡ് റിക്കവറിയായി. ഞങ്ങൾ വീണ്ടും ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. A to Z കാര്യങ്ങൾ ഞാൻ ഹസ്ബൻഡിന് ചെയ്തു കൊടുത്തുകൊണ്ട് വരുമ്പോൾ പോലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ എത്ര അവിശ്വസ്തയായിരുന്നാലും എൻ്റെ അപ്പൻ വിശ്വസ്തനാകുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളൊരു നോർമൽ ലൈഫിലേക്ക് തിരികെ വരുമെന്ന് കരുതി ഞങ്ങൾ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. സന്തോഷത്തോടെ ഞങ്ങൾ നല്ല റിക്കവറി. ഞങ്ങൾ സന്തോഷത്തോടെ നെക്സ്റ്റ് വെക്കേഷനൊക്കെ നാട്ടിൽ പോയി തിരികെ വന്നു. വീണ്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അനുദിന ജീവിതത്തിൻ്റെ തിരക്കുകളിലൊക്കെ പെട്ടു. അപ്പോഴും വിശുദ്ധ ബലികളും പ്രാർത്ഥനകളും എല്ലാം മുടക്കം കൂടാതെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹസ്ബൻഡ് വീണ്ടും കൊളാപ്സായി. അപ്പോൾ ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടി കണ്ടീഷൻ മോശമായിരുന്നു. ഹസ്ബൻഡ് വെൻറ്റിലേറ്ററിലായി. 10 ദിവസം ഹസ്ബൻഡ് വെൻറ്റിലേറ്ററിൽ കിടന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗത്ത് ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ഡോക്ടേഴ്സ് പോലും പകച്ചുപോയ അവസ്ഥ. സഹായിക്കാൻ പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട്, ഫിസിക്കലി സഹായത്തിനും ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇനി ഞാൻ എന്ത് ചെയ്യും? ഹസ്ബൻഡ് ഒരു ഡീപ്പ് സ്ലീപ്പിൽ പോയിട്ട് ഒരു റെസ്പോൺസും ഇല്ലാതെ കിടക്കുന്ന ദിവസങ്ങൾ. ഞാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ICUവിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അതിൻ്റെ കോറിഡോറിലും അവിടെയും. അപ്പോഴെല്ലാം കുഞ്ഞുങ്ങളെ നോക്കിയതും സഹായിച്ചതും ഒക്കെ എൻ്റെ കൂടെയുള്ള അനേകം നേഴ്സുമാരാ. ഒരുപാട് വേറോനിക്കമാരെ ഞാൻ ഈശോ കുരിശുമായിട്ട് കടന്നു പോയപ്പോൾ കണ്ടെത്തിയതുപോലെ എൻ്റെ ജീവിതത്തിലും കണ്ടെത്തി. വീണ്ടും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇരുന്നു. ഹസ്ബൻഡ് പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ റിക്കവറി അത്ര എളുപ്പമായിരുന്നില്ല. റോമ 5:4 പറയുന്നത് പോലെ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈശോയിൽ വലിയ പ്രത്യാശയോടെ കാത്തിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. വചനം ഉരുവിട്ടതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ പോകുമ്പോഴും ഇല്ല, ഈശോ ഇപ്പോൾ കൈവടിയില്ല, അങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നു. ഒരിക്കലും പിന്നോട്ട് പോകാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും മുന്നോട്ട് വന്നു. എങ്കിലും ഈശോ എന്നെ വിളിച്ചവൻ വിശ്വസ്തനാകൊണ്ട് പതിയെ പതിയെ എല്ലാ കാര്യങ്ങളിലും റിക്കവറിയായി വന്നു. ഞങ്ങൾ പതിവ് പോലെ തന്നെ ദിവ്യബലികളിൽ പങ്കെടുക്കാനും നമ്മുടെ സാധാരണ ജീവിതത്തിലേക്കും തിരികെ വന്നു. സന്തോഷവും സമാധാനവുമായി. അപ്പോഴെനിക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടെല്ലാം പറയാനുള്ളത്, നമുക്കെടുക്കാൻ പറ്റാത്തൊരു ഭാരം ഈശോ നമ്മുടെ തലയിൽ വെച്ച് തരില്ല. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള സഹനം വന്നാലും നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കണം. വചനത്തിൽ പറയുന്നത് പോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പ്രത്യാശയാണ് ഓരോ സഹനങ്ങളിലും നമ്മെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈശോയോടൊപ്പം ഈ പ്രത്യാശയിലായിരിക്കാം. അതിന് നമ്മളെ എല്ലാവരെയും ഈശോ സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുഃഖവെള്ളി അനുഭവത്തിലും ആ കുരിശിനെ നോക്കി ദുഃഖിച്ചിരിക്കേണ്ടവരല്ല നാം. നമുക്ക് വേണ്ടി കുരിശു വഹിച്ച ക്രൂശിതനിൽ നിന്നും കൃപ സ്വീകരിച്ച് പ്രത്യാശയുടെ ചവിട്ടുപടികൾ ഉദ്ധിതനോടൊപ്പം കയറി നമുക്കും അവനോടൊപ്പം സ്വർഗരാജ്യത്തിലെ ദിവ്യവിരുന്നിൽ പങ്കുചേരാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാവട്ടെ, ഒരു വിശുദ്ധയാവട്ടെ. ആമേൻ. I tithed, so you can live.